ഓക്കെ, നമുക്കപ്പോൾ ഇന്ന് IRL ആൻഡ് ERL പഠിക്കാം. അതായത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും. ഓക്കെ അല്ലേ? നമുക്കതൊന്ന് പഠിക്കാം. ഫസ്റ്റ് നോക്കിയോ. ഫസ്റ്റ് ഇത് നമ്മൾ എന്താണ് $, ജാപ്പനീസ് yen. ഇതിന്റെ 1 hour ചാർട്ടാണ്. അതായത് നമുക്ക് കാണാൻ പറ്റും ഇതെന്താണ്, ഇതൊരു സ്വിംഗ് ഹൈ ആണ്. ഇതൊരു സ്വിംഗ് ഹൈ ആണ്. അതുപോലെ ഇതെന്താണ്, ഒരു സ്വിംഗ് ലോ ആണ്. ആണല്ലോ, സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും. അപ്പം ഈ സ്വിംഗ് ഹൈയും അതുപോലെ തന്നെ ഈ സ്വിംഗ് ലോയും ആണെന്ത്, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. മനസ്സിലായി? അതായത് ERL, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അപ്പൊ മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അതായത് ഇപ്പോൾ ഇത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. മാർക്കറ്റ് എപ്പോഴും എക്സ്റ്റേണലിൽ നിന്ന് ഇന്റേണലിലോട്ട് പോയി അവിടുന്ന് ലിക്വിഡിറ്റി എടുത്ത് തിരിച്ച് എക്സ്റ്റേണലിലോട്ടായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ നോക്കിക്കോളൂ, അതെ, സ്വിംഗ് ഹൈ എക്സ്റ്റേണലിൽ നിന്ന് നേരെ ഇന്റേണൽ വന്നു, എന്നിട്ട് വീണ്ടും എക്സ്റ്റേണൽ പോയി. അപ്പോൾ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? എക്സ്റ്റേണൽ ടു ഇന്റേണൽ, ദെൻ ഇന്റേണൽ ടു എക്സ്റ്റേണൽ. അപ്പൊ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിംഗ് ഹൈസ്, സ്വിംഗ് ലോസ്. അതുപോലെ ഇന്റേണൽ എന്താണ്? അതുപോലെ ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ OB, ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബ്രേക്കർ ബ്ലോക്ക്, മിറ്റിഗേഷൻ ബ്ലോക്ക്, റിജക്ഷൻ ബ്ലോക്ക്, ഇതെല്ലാമാണ് എന്ത്, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. എന്നാണ്ടേ ഇവിടെ നമുക്കൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി കാണാമായിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു? എക്സ്റ്റേണൽ റേഞ്ചിൽ നിന്ന് നേരെ ഇന്റേണൽ റേഞ്ചിൽ വന്നു. അന്നേരം എന്ത് ചെയ്തു? ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ? എന്നിട്ട് അത് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. കണ്ടോ? തിരിച്ചവിടെ പോയി, എക്സ്റ്റേണൽ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും ഇന്റേണൽ വന്ന് ഇന്റേണൽ ലിക്വിഡിറ്റി എടുത്തു, വീണ്ടും എങ്ങോട്ട് പോയി? എക്സ്റ്റേണലിലോട്ട് പോയി. അപ്പൊ മാർക്കറ്റ് ബേസിക്കലി ഇവിടെ വർക്ക് ചെയ്ത് എന്താണ്? ഫസ്റ്റ് എക്സ്റ്റേണൽ റേഞ്ചിൽ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, ഇന്റേണൽ റേഞ്ചിൽ വന്നു, അവിടുന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? എക്സ്റ്റേണൽ റേഞ്ച് പുറത്തു പോയി. കണ്ടോ? എന്നിട്ട് വീണ്ടും ഇന്റേണൽ റേഞ്ചിൽ വന്നു, വീണ്ടും എക്സ്റ്റേണൽ റേഞ്ചിലോട്ട് പോയി. കണ്ടോ? അപ്പൊ മാർക്കറ്റ് എപ്പോഴും എങ്ങനെ മൂവ് ചെയ്യുന്നത്? ഇന്റേണൽ, അതായത് എക്സ്റ്റേണൽ ടു ഇന്റേണൽ, ദെൻ ഇന്റേണൽ ടു എക്സ്റ്റേണൽ. അതായത് എക്സ്റ്റേണലിൽ നിന്ന് ഇന്റേണലിലോട്ട് വരും, അവിടുന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് തിരിച്ച് എക്സ്റ്റേണലിലോട്ട് പോകും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എന്ത്, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. മനസ്സിലായോ? നമുക്ക് ബിയറിഷും ബുള്ളിഷ് കേസ് നമുക്ക് നോക്കാം. ബിയറിഷ് ആൻഡ് ബുള്ളിഷ് കേസ് നമുക്ക് നോക്കാം. നോക്കി, ഇവിടെ എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത്? ഇവിടെ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. കണ്ടോ? ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ്. കണ്ടോ? ഇതായിരുന്നു എന്ത്? സ്വിംഗ് ഹൈ. ഇത് സ്വിംഗ് ഹൈ ആയിരുന്നു. ഇതെന്തായിരുന്നു? സ്വിംഗ് ലോ ആയിരുന്നു. അപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് ഫസ്റ്റ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നേരെ പോയത് എങ്ങനെയാണ്? ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലോട്ട്. അതായത് ഇതൊരു റേഞ്ച് ആണ്. കണ്ടോ? ഇതൊരു റേഞ്ച് ആണ്, സ്വിംഗ് ഹൈ ടു സ്വിംഗ് ലോയിലോട്ട്. കണ്ടോ? ഇത് റേഞ്ച് ആണ്. ഇത് കണ്ടോ? തിരിച്ച് ആ റേഞ്ചിന്റെ അകത്ത് വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? തിരിച്ച് പുറത്തു പോയി. കണ്ടോ? എന്നിട്ട് തിരിച്ച് വീണ്ടും ഇന്റേണൽ വന്നു, വീണ്ടും എക്സ്റ്റേണൽ പോയി. എന്നിട്ട് വീണ്ടും ഇന്റേണൽ വന്നു, എക്സ്റ്റേണൽ പോയി. കണ്ടോ? മനസ്സിലായോ എന്താണ് ഇന്റേണൽ റേഞ്ച്, എക്സ്റ്റേണൽ റേഞ്ച് എന്ന്? അപ്പൊ മാർക്കറ്റ് എപ്പോഴും എന്താണ്, എക്സ്റ്റേണലിൽ നിന്ന് ഇന്റേണലിലോട്ട്, ഇന്റേണലിൽ നിന്ന് എക്സ്റ്റേണലിലോട്ടുമാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത സ്വിംഗ് ഹൈ, അതുപോലെ തന്നെ അടുത്ത സ്വിംഗ് ലോ ക്രിയേറ്റ് ആയി. കണ്ടോ? സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആവുന്നു, സ്വിംഗ് ലോ ക്രിയേറ്റ് ആവുന്നു. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ആവശ്യം എന്താണ്? മാർക്കറ്റ് തിരിച്ച് ഈ കറക്റ്റ് സോണിൽ വരുമ്പോൾ, മനസ്സിലായോ? അതായത് നമുക്കൊരു ഐഡിയ വേണം എവിടുന്ന ഈ മാർക്കറ്റ് ഇന്ത്യയിൽ നിന്ന് എപ്പോഴാ എക്സ്റ്റേണലോട്ട് പോകുന്നതിന് നമുക്കൊരു കറക്റ്റ് ആയിട്ട് മെത്തേഡ് വേണം. അതിനാണ് നമ്മൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യും? മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വരുന്നിടത്ത് നമ്മൾ കൺഫർമേഷൻ നോക്കി എന്ത് ചെയ്യും? എൻട്രി എടുക്കും. മനസ്സിലായി? ഇവിടെ ഇപ്പൊ ഞാൻ ഫിബ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കുമ്പോൾ എന്താ, നമുക്കൊരു റിസ്ക് മാനേജ്മെന്റ് കാണും, എല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു എൻട്രി എടുക്കും. അപ്പൊ ഇന്റേണലിൽ നിന്ന് നമ്മൾ എൻട്രി എടുത്തിട്ട് എന്ത് ചെയ്യും? എക്സ്റ്റേണൽ വരെ വെക്കും. എന്ത് പറ്റും? മാർക്കറ്റ് ടീക്ക് അടിക്കും. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം നമ്മളെന്തോ നോക്കണ്ട, നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നത് നമുക്കൊരു
പ്രോബബിലിറ്റി മനസ്സിലായി, എപ്പോഴും പ്രോബബിലിറ്റി ആണ്, മനസ്സിലായോ? പ്രോബബിലിറ്റി നമുക്ക് ഹൈ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എൻട്രി എടുക്കും, എന്നിട്ട് നമ്മൾ റിവേഴ്സലിന് മുമ്പ് എക്സിറ്റ് അടിക്കും. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുത്ത് പോകുന്നത്, മനസ്സിലായോ? അപ്പോൾ ബേസിക്കലി ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി റിയൽ ചാർട്ടിലെ എക്സാമ്പിൾസിലോട്ട് പോവാം. അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ബിയറിഷ് കേസും കൂടെ നോക്കാം. ഓക്കെ അല്ലേ? ബിയറിഷ് കേസ് ആ നോക്കിക്കോ. ഇതാണ്ടാ സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, അതായത് ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. കണ്ടോ? ഇവിടെ എന്താണ്? ഇതൊരു റേഞ്ച് ആണ്. കണ്ടോ? ഇതൊരു റേഞ്ച് ആണ്. മാർക്കറ്റ് ചെയ്തോ? മാർക്കറ്റ് എന്ത് ചെയ്തു? റേഞ്ചിൽ നിന്ന് പുറത്തു പോയി. കണ്ടോ? എക്സ്റ്റേണൽ റേഞ്ച്, എന്നിട്ട് തിരിച്ച് ആ റേഞ്ചിൽ കയറി, ഇന്റേണൽ കയറി, തിരിച്ച് വീണ്ടും പുറത്തു പോയി, എക്സ്റ്റേണലിൽ പോയി, അവിടുന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഇന്റേണൽ വന്നു. കണ്ടോ? ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്യും? ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും, എന്നിട്ട് വീണ്ടും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും, എന്നിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും. ഇങ്ങനെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് സ്വീപ്പ് ചെയ്ത് സ്വീപ്പ് ചെയ്താണ് പോകുന്നത്, മനസ്സിലായോ? ലിക്വിഡിറ്റി എന്താണ്? സ്വീപ്പ് ചെയ്താണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായി? അപ്പൊ സ്വിംഗ് ഹൈയിലും സ്വിംഗ് ലോയിലും അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് ലിക്വിഡിറ്റി പൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ലിക്വിഡിറ്റി പൂൾസ് അറിഞ്ഞു വെക്കുക, അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, മനസ്സിലായോ? ഓരോ സ്ട്രാറ്റജീസ് എടുക്കുന്ന ഓരോ ബേസിസിലാണ്. ഓരോ സ്ട്രാറ്റജിക്കും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഒരു സ്ട്രാറ്റജി 100% കറക്റ്റ് അല്ല, 100% പ്രോഫിറ്റ് ഇടുന്ന ഒരു സ്ട്രാറ്റജി ഇല്ല, മനസ്സിലായോ? നമ്മൾ അതിനുവേണ്ടിയാണ് റിസ്ക് മാനേജ്മെന്റ് പഠിക്കുന്നത്, മനസ്സിലായോ? അതായത് എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ മന്ത് നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചെന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ആൻഡ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് റിയൽ ചാർട്ട് എക്സാമ്പിളിലോട്ട് പോകാം. ചാർട്ടിൽ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നോക്കിയേ, കണ്ടോ? ഒരു ഹൈ താണ്ടേ, ഒരു ലോ താണ്ടേ. ഇവിടെ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് താണ്ടേ എക്സ്റ്റേണലിൽ നിന്ന് ഇന്റേണൽ കയറി. കണ്ടോ? ഇന്റേണൽ കയറി വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്തു, എക്സ്റ്റേണൽ എടുത്ത്, എന്നിട്ട് വീണ്ടും എവിടെ വന്നത്? ഇന്റേണലിലാണ് വന്നത്. വീണ്ടും എക്സ്റ്റേണൽ പോയി, കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്തു? ഇന്റേണൽ വന്നു. കണ്ടോ? ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് പോകുന്നത്, മനസ്സിലായോ? കണ്ടോ? ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, കണ്ടേ? ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അപ്പൊ മാർക്കറ്റ് ഇതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്താണ് പോകുന്നത്. നമ്മൾ ചാർട്ടിൽ എവിടെ എടുത്താലും മാർക്കറ്റ് എപ്പോഴും എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുക, മനസ്സിലായോ? ലിക്വിഡിറ്റിനെ സെർച്ച് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പം IRL ആൻഡ് ERL, അതായത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇത് നമ്മളുടെ ഡിഫറൻസ് ഇതാ. അപ്പൊ നമ്മൾ എപ്പോഴും ഇന്റേണൽ റേഞ്ചും എക്സ്റ്റേണൽ റേഞ്ചും അറിഞ്ഞിരിക്കണം. അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ മിക്കതും ലോസിൽ പോകത്തേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും. അപ്പോൾ ടോപ്പിക് യൂസ്ഫുൾ ആയെങ്കിൽ എന്തുവാ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് വീട്ടിൽ വെറുതെ പണിയില്ല എന്നിട്ട് വീഡിയോ ഇടുന്നതല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ കോഴ്സ് ഒന്നും സെല് ചെയ്യുന്നില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. സ്കില്ല് എപ്പോഴും ഏൺ ആണ് ചെയ്യേണ്ടത്, അല്ല കാശ് കൊടുത്ത് വാങ്ങുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മനസ്സിലായെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക, മനസ്സിലായില്ലെങ്കിൽ എന്താണ്, സ്കിപ്പ് ചെയ്ത് പോവുകയോ മ്യൂട്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ടോപ്പിക് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പഠിച്ച് പോവുക ഓരോന്നായിട്ട്.